ഹലോ അസ്സാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിൾ ബിരിയാണി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് സവാള, കൊച്ചുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ ചേർക്കണതാണ് ടേസ്റ്റ് കേട്ടോ. ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ ഒറ്റ വിസിലടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ വഴന്ന് കിട്ടും. ഇത് നമുക്ക് ഉള്ളി ഫ്രൈക്കൊക്കെ ഈ രീതി നമുക്ക് ട്രൈ ചെയ്യാം. എന്നിട്ട് ഞാൻ അതൊഴിക്കാൻ വേണ്ടി ഒരു ചരുവം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ ഇപ്പോൾ ഒറ്റ വിസിലടിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വഴന്നാൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളി എത്ര വഴന്നോ അത്രയും നമുക്ക് മസാലയ്ക്ക് ടേസ്റ്റ് കിട്ടും. അത് നമുക്ക് വഴന്ന് അവിടെ കിടന്നൊന്ന് ചെറുതായിട്ട് വഴന്ന് കിട്ടുമ്പോഴത്തേന് നമുക്ക് അരിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ചോറ് വെക്കാൻ ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് അല്പം ഒഴിച്ച് കൊടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചോറിൽ നല്ലതായിട്ട് നെയ്യ് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇച്ചിരി സവാള ചേർത്തിട്ടുണ്ട്, കറുവപ്പട്ട, ബേ ലീഫ്, കുരുമുളക്, പിന്നെ ഇച്ചിരി പെരുംജീരകം, ഗ്രാമ്പു എല്ലാം ഇട്ട് നമുക്ക് അതിനകത്തുനിന്ന് വഴറ്റിയെടുത്തിട്ട് ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാര്യം 2 ഗ്ലാസ് അരിയെ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. എന്നിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ആ വെള്ളത്തിന് ഇച്ചിരി മുന്തി നിൽക്കണം, എന്നാലേ ചോറിന് നമുക്ക് കറക്റ്റ് ഉപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഇനി ബിരിയാണി മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ആ വഴന്ന് വന്ന ഉള്ളിക്കകത്തോട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി. ബിരിയാണി മസാല ഇല്ലാത്തവർ സാധാ മസാലപ്പൊടി ആയാലും മതി. നമുക്ക് നല്ലതായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈരും ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ അല്പം ബീഫേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു 250 ഗ്രാം 300 ഗ്രാം ബീഫ് കാണും. കാര്യം ഞാനത് നേരത്തെ വേവിച്ച് വെച്ചതാണ്. എന്നിട്ട് നമുക്ക് ആ സമയം കൊണ്ട് തന്നെ ഈ അരി വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ഗ്ലാസ് അരി ഞാൻ ഇട്ട് കൊടുത്ത് അത് നമുക്ക് ഒറ്റ വിസിലടിക്കുമ്പോഴത്തേന് നമുക്ക് എൻ്റെ ബിരിയാണി മസാല എല്ലാം നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ചോറിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉള്ളി ഒന്നും ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഒരു രാത്രിയിലത്തേക്ക് വേണ്ടി മാത്രം ചെയ്ത കാര്യമാണ് കേട്ടോ. അന്നേരം ചിന്തിച്ചങ്ങ് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ ചോറിൻ്റെ സാധാരണ ചോറിൻ്റെ വിസിൽ തീർന്നതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. ഇത് വിസിൽ തീരാതെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഞാൻ എളുപ്പം ചെയ്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് പാലും മഞ്ഞൾപ്പൊടിയുടെ വെള്ളം ചെറുതായിട്ട് തളിച്ച് കൊടുക്കാം. പിന്നെ എൻ്റെ ഉള്ള കിസ്മിസ് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു അടുത്ത ലെയറായിട്ട് ചോറും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ലെയർ ചെയ്യുമ്പോഴും നമുക്ക് പാലും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഞാൻ അല്പം കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നെയ്യ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഓരോ ലെയർ ചോറിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് പാലും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർന്ന മിക്സ് ഇതിൻ്റെ മുകളിലൊന്ന് തളിച്ച് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഗ്ലാസ് അരി എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം ഒരു നേരം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മൊത്തം തീരും കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ പിന്നെയും മഞ്ഞൾപ്പൊടിയും പാലും ഒഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല അല്പം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ കയ്യിൽ അല്പം പൈനാപ്പിൾ എസൻസ് ഇരിപ്പം ഉണ്ടായിരുന്നു. അത് ഞാൻ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു മണവും കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി കേട്ടോ. നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റിയ ചോറൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പിയാണ്. ഞാൻ പിന്നെ നല്ല രീതിയിൽ തന്നെ നെയ്യ് മുകളിൽ ഞാൻ തളിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളങ്ങ് സർവ് ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണിയുടെ സ്മെല്ല് കേട്ടപ്പോൾ അന്നേരം അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം അങ്ങ് സർവ് ചെയ്തു. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആറുമ്പോൾ അങ്ങ് സെറ്റായിക്കോളും. അങ്ങനെ ഞങ്ങൾ സർവ് ചെയ്തതാണ്. എന്നിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി അതൊക്കെ വേണ്ടല്ലോ നമുക്ക് പൊടിയായിട്ട്. പിന്നെ ഞാനിതാ അതിൻ്റെ മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ടേസ്റ്റിയായൊരു ബിരിയാണിയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു അച്ചാറും സലാഡും ആക്കിയിട്ടുണ്ട്. ഈത്തപ്പഴ പിക്കിളാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത്, അതിൻ്റെ കൂടെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണി ഒരു പ്ലേറ്റിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് ഈത്തപ്പഴം പിക്കിള്. പിന്നെ നമുക്ക്
അപ്പോൾ ഈത്തപ്പഴം പിക്കിളും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനോടൊരു സലാഡ് കൂടെ ചെയ്തെടുക്കാം. ആ സലാഡ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയും വേണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ മക്കൾക്കെല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.